ഇന്നത്തെ മാച്ചിലെ CSK ഫാൻസിന് ശരിക്ക് ഏറ്റവും ടെൻഷൻ അടിപ്പിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് 150+ സ്കോറിൽ ചേസ് ചെയ്തിട്ട് 15 മാച്ചിൽ 14 എണ്ണത്തിലും തോറ്റു, ഒരു മാച്ചിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ശരിക്കും അവരുടെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഇതായിരിക്കും. കാരണം ഒന്നാമത് 203 റൺസ് ഓൾറെഡി ഉണ്ട്, അപ്പൊ 204 ചേസ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ആ ഒരു സ്കോറിന്റെ അകത്ത് എന്തായാലും നമ്മൾ ഈ സീസണിലടക്കം കണ്ടാണ് CSK എങ്ങനെയാണ് ഒരു ചേസിങ് മാച്ചിൽ, അതും 160 150 ഒക്കെ പിന്നെയും ചേസ് ചെയ്ത് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റേഞ്ചിലോട്ട് എങ്ങനെയാണ് കളിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് അവിടെ കാണിച്ച സമയത്തെ ഭയങ്കര ടെൻഷൻ തരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. ആ ഒരു റെക്കോർഡ് അങ്ങനെ ഇരിക്കെ തന്നെ 203 എന്നുള്ളൊരു സ്കോർ ചേസ് ചെയ്തിട്ട് അങ്ങനെ ജയിച്ചിരിക്കുകയാണ് CSK. അതും 4 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന്റെ ഗംഭീര വിജയം തന്നെ പറയാം. കാരണം കളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു മാച്ച് ആയിരുന്നു ശരിക്കും ഇന്നത്തെ. എങ്ങോട്ട് വേണമെങ്കിലും പോവാം, CSKയുടെ അടുത്തോട്ട് പോവാം, LSCയുടെ അടുത്തോട്ട് പോവാം, അങ്ങനെയായിരുന്നു കളി ഉണ്ടായിരുന്നത്. 4 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന് അവർ കളി ജയിക്കുകയാണ്. അതും 3ാമത്തെ മാച്ചാണ് ഇപ്പോൾ അടുപ്പിച്ച് ജയിക്കുന്നത്. അപ്പൊ ഒരു വിന്നിംഗ് മൊമെന്റത്തിലോട്ട് കയറിയിരിക്കാൻ പോയിന്റ് ടേബിൾസിലാണെങ്കിലും 5ാമത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു CSK ഫാൻസിന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെ എന്നാലും ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ മാച്ചിൽ കാണാനുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു തുടക്കമാണ് CSK കിട്ടിയത്. 204 എന്നുള്ള ചേസിന്റെ അകത്ത് പ്രത്യേകിച്ച് സഞ്ജു സാംസണും ഗായ്ക്കോടും തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സഞ്ജു സാംസന്റെ ഇന്നിങ്സ് കുറച്ചധികം അങ്ങോട്ട് പോയില്ല. ശരിക്കും ആ ഒരു മൊമെന്റത്തിലോട്ട് വന്ന് 6 ഒക്കെ അടിച്ച് വന്ന സമയത്ത് ആ ഒരു ബൗൺസ് ഇച്ചിരി ഒന്ന് താണു പോയതാണ്. ശരിക്കും ആ അടി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എഗെയിൻ ഒരു 6 പോയേനെ. പക്ഷെ അത് മിസ്സായപ്പോൾ നേരെ ബൗൾഡ് ആവുകയാണ് ചെയ്തത്. ആള് 14 ബോളിൽ 28 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 4ഉം 2 6ഉം അടിച്ചു. 200 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഗംഭീര തുടക്കം തന്നെയാണ്. അത് കുറച്ചും കൂടി അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി മുന്നേ കളി ജയിച്ചേനെന്ന് തോന്നി. കാരണം അറിയാലോ, നമ്മൾ ഇതിന് മുന്നിലുള്ള മാച്ചസ് ഒക്കെ കണ്ടതാണ് എങ്ങനെയാണ് കളി ജയിപ്പിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഋതുരാജ് ഗായ്ക്കോഡ് ആ ഒരു ആങ്കർ ഇന്നിങ്സ് കറക്റ്റ് ആയിട്ട്, അതായത് സഞ്ജു ഉള്ള സമയത്ത് നല്ല രീതിയിൽ അടിച്ചു തന്നെയാണ് കളിച്ചത്. പക്ഷെ അതിനുശേഷം നമ്മളെ കൊടുങ്കാറ്റ്, ഇന്നത്തെ മാച്ചിലെ കൊടുങ്കാറ്റായിട്ടുള്ള ഉർവിൽ പട്ടേൽ വന്നതിന് ശേഷം ഗായ്ക്കോഡ് അവിടെ കുറച്ചും കൂടി ഒന്ന് സ്ലോ ആയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത്. കാരണം വിക്കറ്റ് ഈ ഭാഗത്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു പെർഫെക്റ്റ് പ്ലാനിങ്ങിൽ തന്നെയായിരുന്നു. പക്ഷെ ഉർവിൽ പട്ടേൽ ഏത് ബൗളറോ ആര് വന്നാലും എല്ലാവരെയും അടിച്ച് അപ്പുറത്തിടുക, ആ ഒരു പാർക്കിന് അപ്പുറത്തിടുക എന്നുള്ള രീതിയിലുള്ളൊരു അടിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. എവിടെ കിട്ടിയാലും 6, അങ്ങനെയുള്ള ഒരു അടിയായിരുന്നു കേട്ടോ. 13 ബോളിലാണ് ആള് 50 കടന്നത്. ടോട്ടൽ ആള് ഔട്ടാവുന്ന സമയത്ത് 23 ബോളിൽ 68 പക്ഷെ 13 ബോളിൽ ആ ഒരു 50 കടന്ന സമയത്തെ ശരിക്കും അഗെയിൻ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 50 ആണ് ഇന്ന് IPL പിറന്നത്. ആ ഒരു അടിയില്ലേ കണ്ടിന്യൂസ് അങ്ങോട്ട് പോയിരുന്നെങ്കിലേ കളി ഇത്ര സമയം ഒന്നും എടുക്കില്ലായിരുന്നു എന്ന് തോന്നി. ചിലപ്പോൾ ഒരു 16-17 ഓവറിലൊക്കെ കളി ജയിക്കുന്ന ഒരു അവസ്ഥയിലോട്ടായിരുന്നു. ഏകദേശം LSGയുടെ കയ്യിൽ നിന്ന് കളി പോയി എന്ന് തന്നെ കംപ്ലീറ്റ്ലി പറയാം ആ ഒരു സമയത്ത്. പക്ഷെ ആ ഒരു 50 ഒക്കെ കഴിഞ്ഞൊരു 60 ആയി കഴിഞ്ഞപ്പോഴേ ആളൊന്ന് ടയേർഡ് ആയിരുന്നു കേട്ടോ. പിന്നീട് അടിയൊന്നും കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല. അതായത് അടിക്കുന്ന അടിയെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അടിക്കുന്ന ആ പവർ അങ്ങോട്ട് വരുന്നില്ല. ആളൊന്ന് ഇച്ചിരി ഒന്ന് ടയർഡൊക്കെ ആയിട്ട് ഫീൽ ചെയ്ത് കണ്ടു. അതിനുശേഷം പിന്നെ അധികം നേരം നിന്നില്ല, വേഗം തന്നെ ഔട്ടായി. 2 4ഉം 8 6ഉം 282 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 8 6 ആ ഒരു ചെറിയ സമയം കൊണ്ട് 8 6 ആണ് ആളടിച്ചിട്ടുണ്ടായിരുന്നത്.